സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് ആളുകൾ ചേർന്നിട്ട് എന്തോ തരത്തിലുള്ള ഒരു റിച്വൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമെന്നോണം ഒരു അമ്മയെയും പെൺകുട്ടിയെയും ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ബന്ധിയാക്കപ്പെട്ട ആ ഒരു അമ്മയോട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മന്ത്രലിഖിതം നിർബന്ധിച്ച് വായിപ്പിക്കുകയാണ്. തൊട്ടടുത്തുള്ള കട്ടിലായിട്ട് ഒരാളെ മൂടി പുതച്ച രീതിയിൽ കിടത്തിയിട്ടുണ്ട്. അയാളുടെ ദേഹത്തേക്ക് പെട്ടെന്ന് ഒരു ബാധ കയറുന്നു. ഈ ഒരു റിച്വൽ നടത്തുന്ന ആളുടെ മെയിൻ ശിങ്കിടികൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു ദേഹം പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാധ ഈ അമ്മയോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ആ ഒരു മന്ത്രലിഖിതം വായിക്കരുത്. തൊട്ടടുത്ത നിമിഷം ഈ ബാധ കയറിയിട്ടുള്ള ആളുടെ ദേഹം ഒന്നാകെ വിറയ്ക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും കൂടി ചേർന്ന് പിടിച്ചു വെക്കുന്നു. വീണ്ടും ഈ ഒരു അമ്മയോട് ഇവർ ഈ ഒരു മന്ത്രലിഖിതം വായിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അത് വായിക്കുന്നതോട് കൂടിയിട്ട് അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറുന്നുണ്ട്. ലിൻഡ എന്ന് പറയുന്ന പെൺകുട്ടിയാകട്ടെ ഇതൊക്കെ കണ്ട് ആകെ പേടിച്ച് കരയുകയാണ്. ഈ ഒരു റിച്വൽ നടത്തുന്ന മെയിൻ ലീഡർ ആകട്ടെ ഇപ്പൊ ആ ഒരു തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ആ ഒരു തുണി, അതായത് വായഭാഗത്തുള്ള തുണി കീറിയതിന് ശേഷം അതിന്റെ വായിൽ നിന്ന് നീളമുള്ള എന്തോ ഒരു വസ്തു പുറത്തേക്ക് എടുക്കുന്നു. അയാളുടെ വായിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറുത്ത രക്തമൊക്കെ വരുന്നുണ്ട്. തന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുന്നു പറയുന്ന ആ അമ്മയാകട്ടെ ആ മന്ത്രലിഖിതം വായിക്കുന്നു. നേരത്തെ ആ ബാധയുടെ വായിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കത്തി ഉണ്ടല്ലോ, അത് വെറും കത്തിയായിരുന്നില്ല, അതിനെന്തോ പ്രത്യേകതയുണ്ട്. അതിപ്പോ നല്ല രീതിയിൽ പ്രകാശിക്കുന്നു. റിച്വൽ നടത്തുന്ന ആ ഒരു മെയിൻ മന്ത്രവാദിയാകട്ടെ അതിന്റെ അറയിൽ നിന്നും ഈ ഒരു കത്തി വലിച്ചൂരി. അതോടുകൂടിയിട്ട് അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറുകയും ഈ റിച്വൽ നടത്തിയ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നു. എന്നിട്ട് ഈ ഒരു ലിൻഡ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ നിന്നും രക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ഒരു പകൽ സ്വപ്നം പോലെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ലിൻഡ ഓർക്കുകയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ അവളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ കാര്യം അപ്പോഴാണ് അറിയുന്നത്. ഏറ്റവും അവസാനമാണ് ലിൻഡ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ടീച്ചർ അപ്പൊ പറയുന്നുണ്ട്, നിന്റെ മാർക്കൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ അവള് പാർട്ട് ടൈം ആയിട്ട് ജോലി നോക്കുന്നുണ്ട്. കോളേജ് ഫീസ് അടയ്ക്കാനായിട്ട് മറ്റൊരു വഴിയുമില്ല. ബാക്കിയുള്ള പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ നമ്മുടെ പാവം ലിൻഡ മാത്രം ജോലി നോക്കുകയാണ്. അച്ഛന് വയ്യാത്തത് കൊണ്ട് കുറച്ചു ദിവസം അവള് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ഇപ്പൊ അവളെ ചീത്ത പറയുന്നുണ്ട്, ഇനി എന്തായാലും ലീവൊന്നും തരില്ല കേട്ടോ, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് ജോലി തീർക്കാൻ നോക്ക്. ഈ ഒരു സൂപ്പർ മാർക്കറ്റിന് പുറത്ത് ലിൻഡയെ അന്വേഷിച്ചിട്ട് കുറച്ചു പേര് കാത്തു നിൽക്കുന്നുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് ഡിയാന്, പിന്നെ ജെസീക്ക, അപ്പുറത്ത് നിൽക്കുന്നത് ബെൻ. ഇതേ സമയം സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ ലിൻഡയാകട്ടെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ എറിക്ക് വരുന്നത്. ഇവനാണ് നമ്മുടെ കഥാനായകൻ. ലിൻഡയുടെ കയ്യിൽ നിന്ന് അപ്പൊ തന്നെ ഒരു ബോട്ടിൽ താഴെ വീണ് പൊട്ടി. അത് കണ്ട എറിക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പേ ചെയ്തോളാം, നീ പറയാൻ നിൽക്കണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ഇവളെ ചീത്ത പറയുമെന്നും അവൻ പറഞ്ഞു. ആ ഒരു ജ്യൂസ് എറിക്കിന്റെ ഷർട്ടിലും ആയിട്ടുണ്ടായിരുന്നു. എറിക്കിന്റെയും കൂട്ടരുടെയും മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇടുക. അതായത് ഇവർ കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് ഏതെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ചുമ്മാ അഭിനയിച്ചിട്ട് അവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇവരുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിൻഡയെ ഒന്ന് സോപ്പിട്ട് കയ്യിലെടുക്കുക. ഇവരുടെ പുറകിലായിട്ട് ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ, അവിടേക്ക് ഇവർക്ക് പോകണം. അതായത് എറിക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, 2008 ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ സ്ഥലമാണിത്. മാത്രമല്ല പോലീസ് ഷൂട്ടൗട്ടിൽ ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്കൊരു ഹൊറർ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ റീച്ച് ആയിരിക്കും. ദേ ഇപ്പൊ വന്നിരിക്കുന്നവനുണ്ടല്ലോ, അവന്റെ പേരാണ് അലക്സ്. ഇവരുടെ ടീമിൽ തന്നെയുള്ള മറ്റൊരുത്തൻ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമ്മുടെ ബെൻ ആകട്ടെ ഇപ്പൊ ലിൻഡയോട് ഈ ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. അതായത് ആ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ലിൻഡയ്ക്ക് നന്നായിട്ട് അറിയാം. ലിൻഡ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ഇവരെ അങ്ങോട്ടേക്ക് കടത്തി വിടുകയും ചെയ്യും. പക്ഷെ എനിക്ക് ലീവില്ല, സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ലിൻഡയുടെ കയ്യിലേക്ക് ജെസീക്ക അങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഇവര് ആ ഒരു ബിൽഡിങ്ങിന്റെ പരിസരത്തേക്ക് എത്തി ലൈവ് ഇടാനും തുടങ്ങി. ഡിപ്പാർട്ട്മെന്റ് ഡിയിലേക്കാണ് ഇവരിപ്പോ പോകുന്നത്. അവിടേക്ക് ചെല്ലുമ്പോ തന്നെ ലിൻഡയ്ക്ക് ഇതിനു മുമ്പ് ഇവിടെ വന്നതുപോലെയുള്ള തോന്നലൊക്കെ വരുന്നു. കാരണം അവൾക്ക് ഇപ്പോഴും അറിയില്ല ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ എത്തിയതിനു ശേഷം ഇവർ ഷൂട്ടിംഗ് ആരംഭിച്ചു. അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുക, പ്രേതമുണ്ട് അയ്യോ പിടിക്കാൻ വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അലക്സ് ഒക്കെയാണ് പ്രേതത്തിന്റെ വേഷമൊക്കെ കെട്ടി നടക്കുന്നത്. പക്ഷെ ഇവര് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ലിൻഡ ആ ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവനും അവളൊക്കെ ആയിട്ട് കൂട്ടിമുട്ടി അവിടെ നിലത്ത് വീഴുന്നു. അതോടുകൂടിയിട്ട് ആ ഒരു ലൈവ് കട്ടാവുകയും ചെയ്തു. പിന്നീട് ഇവർക്ക് ഫോണിലൊന്നും യാതൊരു വിധത്തിലുള്ള സിഗ്നലും ലഭിക്കുന്നില്ല. അന്ന് ആ ഒരു മേഡേഴ്സും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലത്താണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. അതെങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസിന്റെ അറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരതൊക്കെ അവഗണിച്ചിട്ട് അങ്ങോട്ടേക്ക് കിടക്കുന്നു. വാതിൽ തുറക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആർത്തി കാണിക്കുന്നത് നമ്മുടെ അലക്സ് ആണ്. അവന്റെ
കയ്യിലുണ്ടായിരുന്ന ആ മഴ ഉപയോഗിച്ചിട്ടൊക്കെ അവനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എടാ നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. ഈ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സിഗ്നലും ഉണ്ട്. അങ്ങനെ ഇവർ ലൈവ് ആരംഭിച്ചതിന് ശേഷം ഈ ഒരു പോലീസിന്റെ ആ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവര് അകത്തേക്ക് കടന്നു. ആ റൂമിന് നടുവിലായിട്ട് ഒരുപാട് പേപ്പേഴ്സ് ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ലിൻഡ ആകട്ടെ എറിക്കിനോട് പറയുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നതുപോലെയൊക്കെ ഒരു തോന്നല് എനിക്ക് വരുന്നു. ഇവരവിടെ മൊത്തം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ദാ ഗായ്സ് നോക്കൂ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദേ ഒരു പാമ്പിന്റെ തൊലി എന്നും പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ടൈൽ ഇവർ പൊക്കി നോക്കി. അതിനുള്ളിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് ഇപ്പോൾ നമ്മുടെ അലക്സ് കൈയിടുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്നെ പ്രേതം പിടിച്ചെന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും വിചാരിച്ചു ശരിക്കും അവന്റെ കൈ അവിടെ കുടുങ്ങിപ്പോയിന്ന്. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു മന്ത്രലിഖിതങ്ങൾ അടങ്ങിയിട്ടുള്ള ചെറിയ പേപ്പറിന്റെ കഷ്ണം പോലുള്ള സംഭവം ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിലൊക്കെ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ വലിയ കാര്യമായിട്ട് ഇവർ എടുക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ലിൻഡയ്ക്ക് മാത്രം അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ഫ്ലാഷ് അടിക്കുന്നുണ്ടല്ലോ, ആ ഫ്ലാഷ് അടിക്കുമ്പോഴാണ് അവൾക്ക് അതൊക്കെ കാണാൻ കഴിയുന്നത്. അത് സംസ്കൃതത്തിലും അതുപോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജിലുമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കണ്ട് പേടിച്ച നമ്മുടെ ലിൻഡയാകട്ടെ ഇവരോട് കാര്യം പറയുന്നു. പക്ഷെ ഇവരാരും നോക്കിയിട്ടും അതിലൊരു കുന്തവും കാണുന്നില്ല. ലിൻഡയ്ക്ക് മാത്രമാണ് ഇത് കാണാൻ കഴിയുന്നത്. എങ്കിൽ ശരി, നീ അതൊന്ന് വായിച്ചേ, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് ജെസിക്ക പറയുന്നു. അത് കേട്ടതും നമ്മുടെ ലിൻഡയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രലിഖിതം വായിക്കാനായിട്ട് തുടങ്ങി. അതോട് കൂടിയിട്ട് അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറുന്നുണ്ട്. പുറത്തെ ജനലുണ്ടല്ലോ, ആ ജനലിൽ വന്നിട്ട് എന്തോ തരത്തിൽ ഈ വെട്ടുകിളികൾ ഉണ്ടാവൂലേ, അതൊക്കെ വളരെ വേഗത്തിൽ ഗ്ലാസ്സിൽ വന്ന് ഇടിച്ചിട്ട് ചത്തുപോവാണ്. തൊട്ടടുത്ത നിമിഷം ഇവര് നിന്നിരുന്ന ആ ഒരു കളം പോലെയുള്ള ഒരു വട്ടമുണ്ടല്ലോ, ആ വട്ടം ഇപ്പോ താഴേക്കാണ്ട് അടർന്നങ്ങോട്ട് പോവാണ്. അതായത് ഒരു കുളം പോലെ. ഇവര് നേരെ വീഴുന്നത് വെള്ളത്തിലേക്കാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിൻഡയാണ്. അവളിപ്പോ ഒരു കാട്ടിലാണ്, ഒരു കുളത്തിൽ പെട്ടുകിടക്കുകയാണ്. എങ്ങനെയൊക്കെയോ അവള് നീന്തി കരയ്ക്ക് കയറി. എന്താണ് സംഭവിച്ചതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എവിടെയാണ് ഞാൻ എത്തിയത്? ലിൻഡയും ധ്യാനും ഒഴികെ ബാക്കിയുള്ളവരൊക്കെ തന്നെ ആ ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ബിൽഡിങ്ങിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ലിൻഡയ്ക്കും ധ്യാനും എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് എറിക്ക് വീണ്ടും ചാടി നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ജലാശയത്തിന് നല്ല രീതിയിലുള്ള താഴ്ച ഉണ്ടായിരുന്നു. ഇവനാണെന്നുണ്ടെങ്കിൽ ശ്വാസം മുട്ടിയോട് കൂടിയിട്ട് അവൻ തിരിച്ചു കയറി. ആ കുഴിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചുഴി പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ എന്താ ചെയ്യേണ്ടെന്നറിയാതെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. കുളത്തിൽ നിന്ന് കയറിപ്പറ്റിയ ലിൻഡയാകട്ടെ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ശവക്കല്ലറുകൾ കാണുന്നുണ്ട്. പേടിച്ചരണ്ട ലിൻഡയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫോണിൽ പകർത്താണ്. പെട്ടെന്നൊരു കൈ വന്നിട്ട് അവളുടെ കാലിൽ പിടുത്തമിടുന്നു. അതൊരു പോക്കോങ്ങായിരുന്നു. അതിപ്പോ മണ്ണൊക്കെ നീക്കിയിട്ട് ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വന്നു. എന്നിട്ട് ഇവളെ പിടിക്കാനായിട്ട് വരികയാണ്. ഒരെണ്ണമൊന്നുമല്ല, ഒരുപാടെണ്ണം. ഇത് കണ്ട് പേടിച്ച ലിൻഡയാകട്ടെ അവിടെ നിന്ന് ഓടടാ ഓട്ടം. പക്ഷെ പെട്ടെന്ന് അവൾ ഒരു കുഴിയിലേക്ക് വീണുപോയി. ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ അതിനുള്ളിലും ഒരു പോക്കോങ് ഉണ്ടായിരുന്നു. അവളെങ്ങനെ പെട്ടെന്ന് അവളുടെ ഫോൺ എടുത്തിട്ട് ഇതിനെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിക്കുമല്ലോ. ഈ ഫ്ലാഷ് അടിക്കുന്ന സമയത്ത് ഈ ഒരു പ്രേതത്തിന്റെ മുഖമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പോക്കോങ്ങിന്റെ മുഖമാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഈ ഫ്ലാഷ് ഈ പ്രേതങ്ങൾക്ക് പേടിയാണെന്ന് ഇവക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവള് പിന്നീട് ഫുള്ള് ഫോട്ടോ എടുക്കലാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ കുഴിയിൽ നിന്ന് ഇവളിപ്പോ കരയ്ക്ക് കയറിയിട്ടുണ്ട്. ഇതേ സമയം ബാക്കിയുള്ളവർ നേരെ ഓടിച്ചെന്നിട്ട് സെക്യൂരിറ്റിക്കാരനോട് കാര്യം പറഞ്ഞു. അയാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഭ്രാന്താ പറയുന്നത്, അതിനുള്ളിൽ പൂളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് അവർ വെള്ളത്തിലേക്ക് വീഴുന്നത്, നിങ്ങൾ എന്തായാലും വന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സെക്യൂരിറ്റിയും കൊണ്ട് ഇവർ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ലിൻഡയാകട്ടെ മറ്റൊരു ലോകത്ത് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അവളങ്ങനെ നടന്ന് ഇപ്പോ ഒരു പഴയ വീട്ടിന്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടാവും, അവരോട് സഹായം ചോദിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾ നേരെ കയറി ചെല്ലുന്നത്. പക്ഷെ ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ വിളക്കുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു ചെറിയ റൂം തുറന്നു നോക്കിയ ലിൻഡ ഞെട്ടിപ്പോയി. ഒരുപാട് വികൃത രൂപത്തിലുള്ള ബൊമ്മകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരു താരാട്ടുപാട്ട് കേട്ടിട്ട് അടുത്തുണ്ടായിരുന്ന മുറിയിലേക്ക് നമ്മുടെ ലിൻഡ ഒളിഞ്ഞു നോക്കുകയാണ്. അവിടെ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിയാനെ ഇപ്പൊ അന്തരീക്ഷത്തിൽ അവളിങ്ങനെ നിൽക്കുകയാണ്. അവളുടെ ഡ്രസ്സുകളൊക്കെ ഇവര് മാറ്റുന്നു. അതിനുശേഷം ഒരു കുട്ടിയെ പോലെ തന്നെ അവളെ ഒരുക്കുകയാണ്. ആ സ്ത്രീ അപ്പൊ തന്നെ അവിടെ നിന്നും പോയി. ഈ തക്കത്തിന് നമ്മുടെ ലിൻഡയാകട്ടെ ഈ ദിയാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവളെ വിളിച്ചുണർത്തുന്നുണ്ട്. ദിയാനാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റപ്പോ എന്റെ ഡ്രസ്സൊക്കെ എന്താ ഇങ്ങനെ, ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ലല്ലോ,
എന്നൊക്കെ പറഞ്ഞ് ഇവളാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു പ്രേതം വന്നു. അതും എട്ടുകാലിയെ പോലെ ഇപ്പോ മച്ചിന് മുകളിൽ ഇരുന്നിട്ട് തലയൊക്കെ തിരിച്ച് ഇവരെ ആക്രമിക്കാനായിട്ട് ചാടി വീഴുകയാണ്. ഇത് കണ്ട ലിൻഡ ആകട്ടെ ഫ്ലാഷ് ഓൺ ആക്കി. അതോടുകൂടിയിട്ട് ഈ ഒരു പ്രേതത്തിന്റെ മുഖമൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞു പോകുന്നുണ്ട്. ഒരുവിധം ആ ഒരു പ്രേതത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം അപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ആ ഒരു പൂളും കാര്യങ്ങളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങേര് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ആ മുറിക്കകത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന മറ്റു മന്ത്രലിഖിതങ്ങളിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെന്താണ് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിൻഡ കയറി ചെന്നിട്ടുള്ള ആ ഒരു വീട്, അതുപോലെ തന്നെ വൃത്താകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു കുളം, ആകപ്പാട് ഇവർക്ക് കൺഫ്യൂഷനായി. കാരണം ഇവര് മറ്റൊരു ലോകത്തേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പോർട്ടലാണ്, പ്രേതങ്ങളുടെ ലോകത്തേക്ക് പോകാൻ പറ്റിയ ഒരു പോർട്ടല്. ഇതേ സമയം മറുവശത്ത് നമ്മുടെ ലിൻഡയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിയാനയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും വീണ്ടും നേരത്തെ കണ്ട ആ ഒരു പ്രേതം ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ലിൻഡ അപ്പൊ തന്നെ ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രേതം വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ക്രിസ് എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക കത്തി അവൾക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രേതം ഇവരെ ആക്രമിക്കാനായിട്ട് വന്നപ്പോ തന്നെ ലിൻഡ ഈ ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ പണി കഴിച്ചു. അതോടുകൂടിയിട്ട് അതിന്റെ ചേച്ചി പ്രേതം അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് ഇവരുടെ പിന്നാലെ ഓടുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഓടടാ ഓട്ടം. കാടിന് നടുവിലുള്ള ആ ഒരു കുളത്തിലേക്കാണ് ഇവർ ഓടുന്നത്. ലിൻഡ കുളത്തിലേക്ക് ചാടി. പക്ഷെ ഡിയാന് കുളത്തിലേക്ക് ചാടാനായിട്ട് കഴിഞ്ഞില്ല. ഇവളാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും ചെയ്തു. എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഒരു പോർട്ടലിൽ നിന്നും നമ്മുടെ ലിൻഡയെ വലിച്ചെടുത്തു. ശേഷം അവൾക്ക് ബോധം വന്നപ്പോൾ തന്നെ നമ്മുടെ ഡിയാന്റെ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡിയാനും ആ ഒരു പോർട്ടലിൽ വരികയാണ്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഡിയാനെയും വലിച്ച് കരക്കി കയറ്റി. പക്ഷെ അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകളൊക്കെ ഇപ്പൊ വെളുത്ത നിറമായി. അതായത് ഇവരുടെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന ആ ചേച്ചി പ്രേതം ഉണ്ടല്ലോ, പുള്ളിക്കാരി ഡിയാന്റെ ദേഹത്ത് കയറിയിട്ട് ഇപ്പൊ നമ്മുടെ ലോകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും നോക്കി നിൽക്കുമ്പോ തന്നെ ഡിയാന്റെ ശരീരം വിറച്ച് വിറച്ച് ഇപ്പൊ വായുവിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. ചേച്ചി പ്രേതത്തിന്റെ ബാധ കയറിയിട്ടുള്ള ഡിയാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മഴ ഉപയോഗിച്ചിട്ട് ഇപ്പൊ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കൈനിട്ട് ഒരൊറ്റ കൊത്ത്. അതോടുകൂടിയിട്ട് പുള്ളിക്കാരന്റെ കൈന്റെ കാര്യം തീരുമാനമായി. അയാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പോർട്ടലിലേക്ക് വീഴുകയും ചെയ്തു. അതൊന്നുമല്ല കോമഡി, ഇത്രയും നേരം സമയം ഉണ്ടായിട്ടും ഈ ഒരു ചേച്ചി പ്രയത്തിന് നേരെ ആ ഒരു ഫ്ലാഷ് ഉപയോഗിക്കാനായിട്ട് ലിൻഡയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇവളെ ഉപദ്രവിക്കാനായിട്ട് വന്നപ്പോ തന്നെ ഇവള് തുരുതുര ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങി. ഈ ഒരു ഫ്ലാഷ് ആണെന്നുണ്ടെങ്കിൽ ചേച്ചി പ്രയത്തിന്റെ മുഖത്ത് തട്ടുമ്പോ തന്നെ പുള്ളിക്കാരിക്ക് പൊള്ളലേൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ലിൻഡയെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് എറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചി പ്രതമാട്ടെ അവനെ ഒരൊറ്റ തട്ട്. അതോടുകൂടിയിട്ട് അവനും ഈ ഒരു പോർട്ടലിന്റെ അകത്തേക്ക് വീഴുന്നു. ലിൻഡയെ വീണ്ടും ഉപദ്രവിക്കാനായിട്ട് ഈ ഒരു പ്രേതം വരുന്ന ആ നിമിഷം തന്നെ പോർട്ടലിൽ വീണിട്ടുണ്ടായിരുന്ന അലക്സ് വീണ്ടും ഉയർന്നു വന്നിട്ട് ഈ ഒരു പ്രേതത്തെയും വലിച്ചുകൊണ്ട് ആ ഒരു പോർട്ടലിനുള്ളിലേക്ക് പോകുന്നു. ഒറ്റപ്പെട്ട നമ്മുടെ ലിൻഡയാകട്ടെ ആ ഒരു ഫ്ലാറ്റ് മൊത്തം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബെന്നിനെയും അതുപോലെ തന്നെ ജെസിക്കയെയും കണ്ടുമുട്ടി. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ ആ ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റിലും തന്റെ കൂട്ടുകാരെല്ലാവരും തന്നെ ഇപ്പൊ ബോധം കെട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതൊക്കെ ഇപ്പോൾ ലിൻഡയ്ക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ ബെന്നിനോടും അതുപോലെ തന്നെ ജെസിക്കയോടും അവൾ അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട ആ ഒരു മന്ത്രലിഖിതങ്ങൾ ഉണ്ടായിരുന്ന ഫോട്ടോകൾ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ നമ്മുടെ ലിൻഡ ഇപ്പോഴാണ് കാണുന്നത്. ഇവള് കണ്ട ആ ഒരു സ്ത്രീയുടെ പ്രേതവും അതുപോലെ തന്നെ ഈ ഒരു പോർട്ടലിന്റെ ചിത്രവും ആ വീടും എല്ലാം തന്നെ ആ ലിഖിതങ്ങളിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ ഒരു പോർട്ടലിലൂടെ പോയിട്ട് ഇവരുടെ കൂട്ടുകാരൊക്കെ രക്ഷിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോർട്ടലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ അടഞ്ഞും പോയി. ഇനിയിപ്പോ എന്തായാലും നമുക്ക് പുറത്തു പോയിട്ട് പോലീസിനെ വിവരം അറിയിക്കാം, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പക്ഷേ സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റിലായിരുന്നു ആ ചാവി ഉണ്ടായിരുന്നത്. കൈയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ അടർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മുടെ ലിൻഡ ആ ഒരു താക്കോല് എടുത്തു. തൊട്ടടുത്ത നിമിഷം ആ പ്രേതം വീണ്ടും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഒരു മഴ ഉപയോഗിച്ചിട്ട് ഇവരെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നു. ഫോണിന്റെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് ലിൻഡയാകട്ടെ ആ പ്രേതത്തെ തുരത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അതാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശക്തിയോട് കൂടിയിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് മുന്നോട്ടേക്ക് വരുന്നു. ജെസിക്കയും ബെന്നിനെയും ആ ഒരു പ്രേതം പിടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം പോർട്ടലിലൂടെ ആ പഴയ വീട്ടിലേക്ക് ലിൻഡയെയും എത്തിക്കുന്നു. തന്റെ കൂട്ടുകാര് എവിടെയെന്നറിയാൻ വേണ്ടിയിട്ട് ലിൻഡ അവിടെ മൊത്തം തെരഞ്ഞു നോക്കുന്നു. ശേഷം ഒരു ഗ്ലാസിനുള്ളിലായിട്ട് ഇവളുടെ കൂട്ടുകാര് അന്ന് ആ ഒരു അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് ഇവളിങ്ങനെ ആകാശത്ത് ഇവരും എല്ലാവരും നിൽക്കുന്നത് കുടുങ്ങിക്കിടക്കുന്ന പോലെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ എല്ലാവരും ഒരു പ്രത്യേക കൂടിനുള്ളിലായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്.
അവർക്ക് ചുറ്റിലുമായിട്ട് ഇതിനു മുമ്പ് ഇവിടെ പെട്ടുപോയിട്ടുള്ള മനുഷ്യരുടെ അസ്ഥികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് തല്ലി തകർക്കാനായിട്ട് ലിൻഡ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഒരു പ്രേതം അങ്ങോട്ടേക്ക് വരുന്നു. ലിൻഡയ്ക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. നിന്നെയും നിന്റെ കൂട്ടുകാരെയും ഒന്നും ഞാൻ വെറുതെ വിടില്ല. ഈ ഒരു പ്രേതത്തിന്റെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നീഡിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, സൂചി, അതിങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അതിന്റെ പല്ലുകൾ കാണാനായിട്ട്. ലിൻഡയുടെ കയ്യിൽ ഒരു കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് ആ ഒരു മാന്ത്രിക കത്തിയാണ്. ലിൻഡയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് അറിയില്ല. ഇവൾ അത് ഉപയോഗിച്ചിട്ട് കുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രേതം അതിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് അത് തടയാണ്. പക്ഷേ ഫോണിന്റെ കാര്യം പ്രേതം പിന്നെയും ശ്രദ്ധിച്ചില്ല. ലിൻഡ അങ്ങനെ വീണ്ടും ഫ്ലാഷ് അടിക്കുന്നു. ഈ ഒരു പ്രേതത്തിന് നല്ല പണി കിട്ടുന്നു. പക്ഷേ പ്രേതം വിട്ടുകൊടുക്കുവോ? ആ ഒരു ഫോൺ തട്ടി തെറിപ്പിച്ചിട്ട് പ്രേതം അങ്ങട്ടെ ഇപ്പൊ വായും പിളർന്നിട്ട് ഇവളെങ്ങനെ വിഴുങ്ങാനായിട്ട് തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ബെന്ന് പുറകു കൂടെ വന്നിട്ട് ഈ ഒരു പ്രേതത്തിന്റെ ഗുണ്ടി കിട്ടിയ ഒരു കൊത്ത്. നേരത്തെ ലിൻഡയുടെ കയ്യിലുണ്ടായിരുന്ന അതേ കത്തി ഉപയോഗിച്ചിട്ടാണ് അവൻ കുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രേതമാകട്ടെ നമ്മൾ ബലൂണിൽ നിന്ന് കാറ്റ് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ബലൂൺ പറന്നു പോവുക, അതുപോലെ ഈ പ്രേതം എങ്ങോട്ടോ പറന്നുപോയി. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ആ ഒരു റിച്വലും മറ്റൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളാണ് നമ്മുടെ ബെന്ന്. അവൻ ഈ കത്തിയും അതുപോലെ തന്നെ ലിൻഡയും വളരെ പ്രധാനപ്പെട്ടതാണ്. ലിൻഡയ്ക്ക് മാത്രമേ ആ ഒരു അക്ഷരങ്ങളൊക്കെ വായിക്കാനായിട്ട് അറിയുള്ളൂ. ലിൻഡയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള കൂട്ടുകാരൊക്കെ തന്നെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് ബെന്ന് ഇതിനെ പറ്റിയിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാവരും ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു പ്രേതം വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പക്ഷേ ജെസിക്ക മാത്രം സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ലിൻഡ വീണിട്ടുണ്ടായിരുന്ന ഒരു കുഴി ഉണ്ടല്ലോ, അതിലേക്ക് അവള് വീണുപോയി. ഇവളെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിലുണ്ടായിരുന്ന എല്ലാ പോക്കോങ്ങളും വന്നിട്ട് കാലിലും കയ്യിലൊക്കെ പിടിച്ചു വലിക്കുകയാണ്. ഇത് കണ്ട് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ ജെസിക്കയെ ആ ഒരു കുഴിയിൽ നിന്ന് കയറാനായിട്ട് സഹായിക്കുന്നു. പക്ഷേ ഒരുപാട് പോക്കോങ്ങൾ ഇപ്പൊ മണ്ണിനടിയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്ന് ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ഇവരങ്ങനെ ശരവേഗത്തില് ആ ഒരു കുളത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. പോർട്ടൽ തുറക്കാനുള്ള മന്ത്രലിഖിതം ഇവര് കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെ നമ്മുടെ ലിൻഡ വായിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടിയിട്ട് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഇപ്പോൾ കുളത്തിലേക്ക് ചാടുന്നു. നേരെ അപ്പാർട്ട്മെന്റിലേക്കാണ് പൊന്തി വരുന്നത്. ഇനി അവസാനമായിട്ട് ലിൻഡയും ജെസിക്കയും ബെന്നും മാത്രമാണ് ചാടാനായിട്ടുള്ളത്. അതിൽ ബെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു കത്തി എനിക്ക് ആവശ്യമാണ് എന്നും പറഞ്ഞ് ആ ഒരു കത്തി എടുക്കാനായിട്ട് തിരികെ പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ചേച്ചിപ്രേതം വന്ന് ഇവളുടെ, അതായത് നമ്മുടെ ലിൻഡയുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുകയാണ്. ഫോൺ ഉപയോഗിച്ച് അവള് ഫ്ലാഷ് അടിപ്പിക്കാനായിട്ട് നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. മതിയടി നിന്റെ ഫോട്ടോ പിടുത്തം, നിന്നെ ഞാനിപ്പോ വിഴുങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചേച്ചിപ്രാതം ഇവളെ വിഴുങ്ങാനായിട്ട് വായും പിളർന്നു വരികയാണ്. തൊട്ടടുത്ത നിമിഷം തന്നെ ഇവളുടെ കയ്യിലേക്ക് ക്രിസ് എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക കത്തി എത്തുന്നു. ചേച്ചിപ്രായത്തിന്റെ കവിളിലായിട്ട് ഒറ്റ കുത്ത്. അതോടുകൂടിയിട്ട് പുള്ളിക്കാരി ബലൂണിൽ നിന്ന് കാറ്റ് വിട്ട പോലെ ഒരൊറ്റ പറന്നു പോലാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അങ്ങനെ ജെസിക്കയും കൊണ്ട് ലിൻഡ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോർട്ടൽ വഴി എത്തി. ബെൻ ഇപ്പോഴും ആ ഒരു പ്രേത ലോകത്ത് പെട്ടുകിടക്കുകയാണ്. അവന്റെ യാതൊരു വിവരവുമില്ല. തൊട്ടടുത്ത നിമിഷം ഈ ഒരു പോർട്ടല് പഴയ പോലെ ആവുകയാണ്. ബെന്നിനെ രക്ഷിക്കാനായിട്ട് വീണ്ടും ഇവര് ഈ ഒരു പോർട്ടല് തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ എത്രയൊക്കെ മന്ത്രം ചൊല്ലിയിട്ടും തുറക്കുന്നില്ല. നേരം വെളുക്കാറായിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പോ ഈ ഒരു പോർട്ടല് തുറക്കാത്തത്. എറിക്ക് പുറത്തേക്ക് പോയി നോക്കിയതിന് ശേഷം ഇവരോട് പറയുന്നു. സെക്യൂരിറ്റി അപ്പൊ പറയുന്നുണ്ട്, അല്ല എന്റെ കൈ എവിടെ? ആ കൈയും എടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണ്ടേ? അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു വാനിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. 2019 പുറത്തിറങ്ങിയിട്ടുള്ള ഡ്രെഡ് ഔട്ട് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ചിത്രമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.